എന്തായാലും മുതിർന്ന നേതാക്കളടക്കമുള്ള ആളുകൾ വലിയ ശുഭ പ്രതീക്ഷയിലാണ്. നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ. ഇനിയും നീളുന്നത് അത് ജനങ്ങളെ വലിയ തരത്തിൽ ബാധിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ പോലും കണ്ടിട്ടില്ലാത്ത സംഭവ വികാസങ്ങളാണ് ഈ 10 ദിവസങ്ങൾ കൊണ്ട് കേരളം കണ്ടത് എന്നുള്ളതാണ്. അതിന് ഒരു അറുതി, ഒരു അവസാനം അല്ലെങ്കിൽ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നാളെ വരുന്നത്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ഈ 3 പേരുടെ മത്സരത്തിൽ കൂടുതലായി ഉയർത്തിക്കാട്ടിയത് തന്റെ സീനിയോറിറ്റിയാണ്. താനാണ് സീനിയർ എന്നുള്ള കാര്യം പറഞ്ഞാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും രമേശ് ചെന്നിത്തല വളരെ പക്വമായ നിലപാടുകൾ എടുത്തു എന്നുള്ളതാണ്. ഈ ഫ്ലെക്സ് യുദ്ധം അടക്കമുള്ള കാര്യങ്ങളിൽ അണികളെ പറഞ്ഞു മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും ഒക്കെ രമേശ് ചെന്നിത്തല ക്യാമ്പിനാവുകയും ചെയ്തു. ഇന്നും രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്നും അത്തരമൊരു പ്രതികരണം തന്നെയാണ് വന്നത്. എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ അതുമായി പൊരുത്തപ്പെടും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ക്യാമ്പിൽ നിന്നും വന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ വന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടോ, അവരുടെയൊക്കെ ഈ ഒരു സമയത്തെ പ്രതികരണം ഒക്കെ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുമുള്ള ഈ ഒരു സമയത്തെ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിവരങ്ങൾ സ്വാതി, രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല. അദ്ദേഹം ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം നാളെ മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വഴുതക്കാട് വീട്ടിലെത്തിയ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല MLA നിയുക്ത MLA അല്പസമയം മുൻപ് അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് വലിയ നേതാക്കളൊന്നും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല. കൊച്ചിയിലെ VD സതീശന്റെ വീടിന് സമാനമായി വലിയ ആഹ്ലാദമോ ആഘോഷമോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ പ്രതികരണങ്ങൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോട് തേടിയിരുന്നു. ആ ഘട്ടത്തിലാണ് നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത്. ഈ 3 പേരുടെ പേര് ഉയർന്നു വന്ന ഘട്ടത്തിലെല്ലാം വളരെ പക്വമായ സമീപനമാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. ഒരു ഫ്ലക്സ് യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ പരസ്യമായ ഒരു സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധങ്ങളിലേക്കോ ഒന്നും തന്നെ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരൊന്നും കടന്നിട്ടില്ല. കാരണം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം. മാത്രമല്ല വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ KSU കാലഘട്ടം മുതൽ ഇതുവരെ അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ കൃത്യതയോടുകൂടി നിർവഹിച്ച ഒരു വ്യക്തിത്വമാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അദ്ദേഹത്തെ സ്വാഭാവികമായും ഹൈക്കമാൻഡ് പരിഗണിക്കും, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് അവർ ആദ്യഘട്ടം മുതൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ജയറാം രമേശ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് നാളെ ഈ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷവും അവർ പിരിഞ്ഞു പോയിരിക്കുന്നത്. നാളെയും രാവിലെ തന്നെ പ്രവർത്തകർ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ്. കാരണം ഏത് സമയത്താണ്, നാളെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഏത് സമയത്താണ് ഒരു പത്രസമ്മേളനം വിളിച്ചാണോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിലാണോ ഈ തീരുമാനം എത്തുക എന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോയ പ്രവർത്തകരെല്ലാം നാളെ വീണ്ടും ഈ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ തിരികെ എത്തും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ക്യാമ്പുമുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായി തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ എന്തിന് പരിഗണിക്കണം എന്ന ചോദ്യത്തിന് ഈ ഒരു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാ രീതിയിലും പ്രവർത്തിച്ചുള്ള നേതൃപാഠവും ഇതൊക്കെ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ മുൻപന്തിയിലേക്ക് നിൽക്കുന്നതും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പ്രതീക്ഷയും ഒക്കെ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് തീരുമാനമുണ്ടാകുമെന്ന ചോദ്യത്തിനൊരു അറുതി വന്നിരിക്കുന്നു. തീരുമാനം നാളെ എന്നതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. ആ ഒരു സന്തോഷം ഈ 3 നേതാക്കളെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷ തന്നെയാണ്.